നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള നടപടികളുമായി കേരളം മുന്നോട്ടു പോകുമെന്നും ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി ചർച്ചകൾ തുടരുമെന്നും വ്യക്തമാക്കി മന്ത്രി റോഷി അഗസ്റ്റിൻ. പാരിസ്ഥിതിക അനുമതിയുടെ കാര്യത്തിൽ സുപ്രീംകോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മഴക്കെടുതി നേരിടുന്നതിന് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്, എങ്കിലും ജാഗ്രത പാലിക്കുക. ഇടുക്കിയിൽ എല്ലാ താലൂക്കുകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ കേരളം തയ്യാറാണ്. ഇതിനുള്ള DPRും തയ്യാറായി കഴിഞ്ഞു. തമിഴ്നാടിന് കരാർ പ്രകാരം ജലം നൽകാൻ കേരളം പ്രതിജ്ഞാബദ്ധമാണ്. കാലാവധി കഴിഞ്ഞ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം നിർമ്മിക്കണം. ഇതിനായി പാരിസ്ഥിതിക അനുമതി നൽകുന്ന കാര്യത്തിലുള്ള സുപ്രീംകോടതി നിലപാട് സ്വാഗതാർഹമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്ന വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ്, എങ്കിലും ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ ചർച്ച തുടരുമെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുതിയ അണക്കെട്ട് നിർമ്മിച്ചാലും കരാർ പ്രകാരം തമിഴ്നാടിന് വെള്ളം നൽകുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നു. എന്നാൽ 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്താകും കേരളം നേരിടാൻ പോകുന്ന മഹാദുരന്തമെന്ന ചോദ്യം ഭീതി ഉളവാക്കുന്നതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് പണിതേ തീരുവെന്ന് പറയാനുള്ള ചങ്കൂറ്റം പിണറായി വിജയനില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്ന സ്ഥിതിയിലാണ് കേരളത്തിലെ ഇടതു സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാലുണ്ടാകുന്ന അതിഭയാനകമായ സാഹചര്യം മുൻനിർത്തി ഒരു ഹർത്താൽ പ്രതിഷേധം പോലും നടത്താനുള്ള ജനകീയ പ്രതിബദ്ധത സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ പോയിരിക്കുന്നു. 30 ലക്ഷത്തിലേറെ ജനങ്ങൾ മുങ്ങിയോ മണ്ണിൽ അകപ്പെട്ടോ അതിദാരുണമായി മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കെ മുഖ്യനടക്കമുള്ള നേതാക്കൾ മൗനം പാലിക്കുകയാണ്. അടുത്ത മാസത്തോടെ മഴ ശക്തമായി ഇടുക്കി അണക്കെട്ട് ഏറെക്കുറെ പൂർണ്ണമായി നിറയുന്ന സാഹചര്യമാണ്. ഒരാഴ്ച പെരുമഴ തുടർന്നാൽ വൻ പ്രളയത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറയുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ ഉണ്ടാകില്ല. വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള 40 കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരും. അണക്കെട്ട് പൊട്ടിയാൽ പെരിയാർ വള്ളക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള 40 കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരും. ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തെറിയപ്പെടുന്ന ഭയാനകമായ സ്ഥിതിവിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക. ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ പൂർണ്ണമായി നിറഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ചയുണ്ടാകുന്നതെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കും അത്. ചെറുതോണി അണക്കെട്ടിന്റെ 5 ഷട്ടറുകൾ ഒരേ സമയം പൂർണ്ണമായി തുറന്നുവച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങാനുള്ള ശേഷി കുളമാവ് അണക്കെട്ടിനില്ലെന്നതാണ് വസ്തുത. കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാം ആയതിനാൽ ഒട്ടും തന്നെ ബലവത്തല്ല എന്നതാണ് പ്രധാന പരിമിതി. ചെറുതോണി, ഇടുക്കി അണക്കെട്ടുകൾ സുരക്ഷിതമാണെങ്കിലും ഇതേ പദ്ധതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്ക് ഒഴുകുന്ന പ്രളയം താഴെയുള്ള 4 അണക്കെട്ടുകൾ കൂടി തകർത്തേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നതാണ് ഭയാനകം. ഭൂതത്താൻകെട്ട്, മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ 4 ഡാമുകൾ കൂടി തകർന്ന സാഹചര്യം കേരളത്തിന് ചിന്തിക്കാൻ കൂടിയാവുകയില്ല. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരിക്കും ഈ മഹാദുരന്തം ഏറ്റവും അധികം നാശം വിതയ്ക്കുക. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ദുരന്തം വൻ നാശം വിതയ്ക്കാനുള്ള സാഹചര്യമാണ് മുന്നിലുള്ളത്. എറണാകുളം ജില്ല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുമെന്നതാണ് ഏറ്റവും ഭീതികരം. നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവയിലെ ഫാക്ടറികളും അമ്പലമുകൾ ഓയിൽ റിഫൈനറിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭങ്ങളും തകർന്ന് തരിപ്പണമാകും. അണക്കെട്ട് തകർന്നാലുണ്ടാകുന്ന മലവെള്ളപ്പാച്ചിൽ മാത്രമല്ല, ഇത്ര വലിയ ആഘാതത്തിന്റെ ഭാഗമായി ഭൂകമ്പവും മലയിടിച്ചിലും കൂടി സംഭവിക്കുമെന്നതാണ് അതിഭീകരം. ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഏലപ്പാറ, വാഗമൺ മലകൾ തകർത്ത് പ്രളയം കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനുള്ള സാധ്യതയുമേറെയാണ്. പെരിയാറിന് പുറമെ മീനച്ചിൽ, മണിമല നദികളിലും പ്രളയമുണ്ടായാൽ അതും ചിന്തിക്കാനാവാത്ത സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക. കുട്ടനാട് പൂർണ്ണമായി മുങ്ങിപ്പോകുമെന്നതാണ് മറ്റൊരു സാഹചര്യവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.